അതിവിദൂരമാം ചക്രവാളത്തിലും അകലെയാണെനിക്കെത്തേണ്ടതെങ്കിലും അയുധജന്മങ്ങളാവശ്യമെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. നന്ദുജി, നിങ്ങൾ നല്ല ഉയർന്ന സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇതെല്ലാം കൂടെ രാജിവെച്ച് ആ സാലറിയൊക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് ഈ പണിക്കും സമരത്തിലും പോയി കേസുമായി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നിരിക്കുന്നതിനോട്. എന്നാൽ ഞാൻ രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ കാരണം പൂർണ്ണസമയ പ്രവർത്തകനാകണമെന്നത് എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയം എനിക്ക് രാജിവെക്കാൻ പറ്റിയ സമയമായിരുന്നു. പക്ഷേ കോയിൻസിഡൻസ്ലി എന്താ പറയുക, ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിച്ച് സ്റ്റേഷനിൽ ഓഫീസിലേക്ക് വരുന്നതും അതിനോട് തുടർന്ന് അത് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമ്മർദ്ദത്തിലേക്ക് അവരെന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനതിൽ വിഷമിക്കുന്ന ആളല്ല. ഞാൻ താങ്കളോട് എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കതിൽ പ്രയാസം ഒട്ടും തന്നെ ഇല്ല. കാരണം അതിൻ്റെ ഒരു പ്രേരണ എന്ന് പറയുന്നത് ജീവിതം മുഴുവൻ സമർപ്പിച്ച ആളുകൾ ഇതിനകത്തുണ്ട്. നമസ്കാരം. യുവമോർച്ചയുടെ തലസ്ഥാനത്തെ മുന്നണി പോരാളി, BJP മീഡിയ പാനലിസ്റ്റ് നന്ദു എസ് നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം നന്ദുജി. നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ കേരയിൽ സമരത്തിൻ്റെ സമയത്ത് ഈ ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഈ മഞ്ചൻകുറ്റി നാട്ടിയ ഒരു സംഭവം, ഒരു മൊബൈലിലെടുത്ത വിഷ്വലാണ് ഞാൻ കാണുന്നത്. അന്ന് നിങ്ങളൊരു മാസ്ക് ഒക്കെ ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു നന്ദുവിനെയാണ് ഞാൻ കണ്ടത്. അതിനുശേഷം നിങ്ങൾ ജയിലിലേക്ക് റിമാൻഡിലൊക്കെ പോയി. തിരുവനന്തപുരത്തെ മിക്കവാറും സമരങ്ങളിലെല്ലാം മുൻപിൽ തന്നെ നന്ദു ഉണ്ട്. ആരാണ് നന്ദു എന്നറിയാനും എല്ലാവർക്കും താല്പര്യമുണ്ട്. എങ്ങനെയാണ് നന്ദു ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിക്കുന്നത് തന്നെ സംഘാശയങ്ങൾക്ക് ഏറെ വിളയുള്ള ഒരു മണ്ണിലാണ്. എൻ്റെ വീട് ഒരു സംഘകുടുംബമാണ്. അമ്മ രാഷ്ട്രസേവികാ സമിതിയുടെയൊക്കെ ക്യാമ്പൊക്കെ കഴിഞ്ഞ ആളാണ്. അച്ഛൻ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ ചാർജിലുണ്ടായിരുന്നയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ജനിച്ചത് മുതൽ കാണുന്ന ആശയം എന്ന് പറയുന്നത് സംഘാശയമാണ്. എൻ്റെ പ്രദേശം സംഘത്തിന് അത്രയേറെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പാപ്പനംകോട് മഠം ശാഖ സ്വയം സേവകമായിട്ടാണ് ഞാൻ സംഘടനാ രംഗത്തേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 5 വയസ്സ് മുതൽ ബാലഗോകുലം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സത്യത്തിൽ 5 വയസ്സിലൊരു കുട്ടി ബാലഗോകുലത്തിലൂടെ വളർന്നു വരിക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഏറ്റവും ചെറിയ പ്രായത്തിലാണ് അത്തരത്തിലൊരു അവസരം എനിക്ക് സംഘടന തരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഗോകുല സമിതിയുടെ ഭാഗമാവുകയും അതിനുശേഷം ബാലമിത്രമാവുകയും അതിനുശേഷം അതിൻ്റെ മുകളിലേക്കുള്ള ചുമതലകളിലേക്ക് എന്നെ നിശ്ചയിക്കുകയൊക്കെ എൻ്റെ സംഘടന ചെയ്യുമ്പോൾ അത്രയേറെ പ്രതീക്ഷയോടുകൂടി സംഘടന തന്നെയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് വിശ്വസിക്കുന്നൊരു പൊതുപ്രവർത്തകനാണ്. അതിൽ നിന്ന് ഞാൻ തിരിച്ച് എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരു കാലഘട്ടത്തിലും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകും എന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവാത്തൊരു സമയത്താണ് ഞാൻ യുവമോർച്ചയിലേക്ക് സംഘത്തിൻ്റെ ചുമതല. ഞാൻ സംഘത്തിൻ്റെ വിദ്യാർത്ഥി തരുൺ ശാഖ ശിക്ഷക എന്നുള്ള ചുമതലയല്ലാതെ നേരിട്ടുള്ള ചുമതല വേറൊരു ചുമതലയും വഹിച്ചിട്ടില്ല. പിന്നെ ഘടനായകനായി ദീർഘകാലം ഘടനായകനായിട്ടൊക്കെ ഇരുന്നെങ്കിലും ഞാൻ സംഘത്തിൻ്റെ നേരിട്ടുള്ള ചുമതലകൾ വഹിച്ചത് വളരെ വിരളമാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഇപ്പോൾ ഇന്ന് ഞാൻ BJPയുടെ യുവമോർച്ചയുടെയും ചുമതലയിൽ നിൽക്കുമ്പോഴും ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ നയിക്കുന്ന പ്രേരക ശക്തി രാഷ്ട്രീയ സ്വയംസേവക സംഘം ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ ആശയം ഇല്ലെങ്കിൽ ചിലപ്പോൾ നന്ദു എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ തിരുവനന്തപുരത്തോ കേരളത്തിലോ അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്തോ കാണാൻ വേണ്ടി പോലും കഴിയില്ലായിരുന്നു. ഒരു സ്വാർത്ഥമതിയായി എൻ്റെ വീട്ടിലെ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുമായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായം മുതൽ ആ ആദർശം എനിക്ക് നൽകിയിട്ടുള്ള ഒരു പ്രേരണയുണ്ട്. എൻ്റെ സമൂഹത്തിൽ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ ജീവികളായിട്ടുള്ള ആളുകളെ അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ നല്ലതിലും ചീത്തയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരാശയം എനിക്ക് ഏറ്റവും ചെറുപ്പത്തിൽ തന്നത് എൻ്റെ സംഘടനയാണ്. അത് ബാലഗോകുലത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും തുല്യമായ പങ്ക് അതിനകത്തുണ്ട്. ശാഖയിലൊക്കെ നിത്യവും പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ നിരന്തരം പോകുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതൊരു കള്ളമായി പോകും. പക്ഷേ ശാഖയുമായിട്ടുള്ള ബന്ധം അതൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവിടെ ഉണ്ടോ എന്നുള്ളതല്ല. പക്ഷേ മറിച്ച്
പരമാവധി സമയങ്ങളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ പോകുന്നൊരു പതിവുള്ള ആളല്ല. ശാഖയെ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? കബഡി കളിക്കാനാണോ, അല്ലെങ്കിൽ ഗണഗീതങ്ങൾ കേൾക്കാനാണോ, അല്ലെങ്കിൽ ശാഖയിൽ പാടാനാണോ? ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഭൗതിക കാലാംശങ്ങളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാരീരിക അധ്വാനം വളരെ കുറച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഭൗതിക കാലാംശങ്ങളാണ് ഏറ്റവും, കാരണം ഭൗതിക കാലാംശങ്ങളാണ് നമ്മളെ ഭൗതികമായിട്ടുള്ളൊരു അറിവാണ്. ശാരീരികമായിട്ടുള്ള അറിവിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഭൗതികമായിട്ടുള്ള അറിവാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതിനെ ചിട്ടപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആശ്ചര്യപ്പെട്ടത് എൻ്റെ ഒരു 10ാം ക്ലാസ് മുതൽ ഡിഗ്രി കാലഘട്ടം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഒരു അത്ഭുതത്തോടു കൂടി കണ്ടത്, എൻ്റെ സംഘടനയ്ക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാതെ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിക്കാണുന്നത്, ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാത്ത ഒരു സംഘടന ഈ രാജ്യത്തുണ്ടെങ്കിൽ ആ സംഘടന, ഏക സംഘടന, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കാതെ ഒരു ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി 100,000 വ്യക്തികൾ അവരുടെ ജീവിതവും തനമനധന എല്ലാം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഒരു നിസ്വമായ പ്രവർത്തനം, ആ പ്രവർത്തനം എന്നെപ്പോലൊരു ആളെ കൂടുതൽ ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ സംഘടന അത്തരത്തിലൊരു ബൃഹത്തായ സംഘടനയാണ് എന്ന് ഇന്ന് ഞാനിപ്പോൾ 100 വർഷം ആചരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു സംഘടനയുടെ 100ാം വാർഷികം ആചരിക്കുമ്പോഴും ആ സംഘടനയ്ക്ക് ഒരു പോറലോ ഒരു പൊട്ടോ ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുൻജി ഒന്ന് ചിന്തിച്ചാൽ പലരും അടിച്ചമർത്താൻ ശ്രമിച്ചു, പലരും നിരോധിച്ചു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴും എന്താ പറയുക, ഒരു വടവൃക്ഷമായി തന്നെ ഈ രാജ്യമല്ല ലോകം മൊത്തം തന്നെ വ്യാപിച്ച് കിടക്കുന്ന നിലയിലേക്ക് ഈ ശാഖയെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരും ശാഖകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യം ചിലർക്കൊക്കെ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അവിടുത്തെ ഗണഗീതങ്ങളാണ്. ശാഖയിലെ ദേശഭക്തി നിറഞ്ഞിട്ടുള്ള ഗീതങ്ങളാണ്. ഞാൻ ഒരിക്കൽ നന്ദുജിയായിട്ട് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഗണഗീതം പാടുന്ന ചോദിച്ചു. ഏതെങ്കിലും ഒരു ഗണഗീതം നമുക്ക് വേണ്ടി ചൊല്ലാം? ഞാനതിലൊരു 4 വരി ചൊല്ലാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭൗതിക കാലാംശങ്ങളാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഭൗതിക കാലാംശങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലും ഒരേപോലെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഗീതങ്ങളാണ് നമ്മൾ ഗണഗീതങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ആ ഗണഗീതങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിലും ആ ഗണഗീതങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ സമയത്ത് എൻ്റെ നാവിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഗീതത്തിൻ്റെ 4 വരി ഞാൻ പാടാം. അതിവിദൂരമാം ചക്രവാളത്തിലും അകലെയാണെനിക്കെത്തേണ്ടതെങ്കിലും അയുധജന്മങ്ങളാവശ്യമെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. അതുതന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിക്കുന്നത് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തി. കാരണം എത്ര ദൂരെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യമാണെങ്കിലും അതിനെനിക്ക് ചിലപ്പോൾ എൻ്റെ തലമുറയ്ക്കോ എനിക്കോ കാണാൻ സാധിക്കില്ല എന്ന ആ ബോധ്യമുണ്ടെങ്കിലും, പക്ഷെ ആ ലക്ഷ്യത്തെ പിന്തുടരാനുള്ളൊരു മാനസികമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ അത്തരം ഗീതങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. അത് ഒരു നിരവധിയായ ഗീതങ്ങൾ, ഇപ്പോൾ കഠിന കണ്ടകാകീർണമാണെങ്കിലും ആ ഗീതത്തിൻ്റെയൊക്കെ ചില വരികളുണ്ട്. പതിചിതറിക്കിടക്കുന്നൊരസ്ഥികൾ, ഞാനെപ്പോഴും അതാണ് കേൾക്കുന്നത്. പതിചിതറിക്കിടക്കുന്നൊരസ്ഥികൾ പതിയിരുപ്പൂ മരണമെന്നോർക്കിലും പതറിടാറുണ്ട് മാനസമെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ. നമ്മൾ കബന്ധങ്ങളായി കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോഴും അതിൽ എൻ്റെ ആശയത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കബന്ധങ്ങളായി കിടക്കുന്നതെങ്കിലും അത് കണ്ടാൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ആദർശത്തെ ഒരു കാലഘട്ടത്തിലും അടിയറ വയ്ക്കില്ല എന്ന് വളരെ വളരെ ബ്രില്യൻ്റായി അല്ലെങ്കിൽ വളരെ ബ്രേവായി പറയാൻ കഴിയുന്നത് സ്വയം സേവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സംഘടന തരുന്നൊരു പ്രേരണയാണ്. നന്ദുജീനെ എനിക്ക് തോന്നുന്ന ഒരു വർഷം മുമ്പ് കണ്ട സമയത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, നന്ദുജി നിങ്ങൾ നല്ല ഉയർന്ന സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, ഇതെല്ലാം കൂടെ രാജിവെച്ച് ആ സാലറിയൊക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് ഈ പണിക്കും സമരത്തിലും പോയി കേസുമായി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടിരിക്കുന്നത് നിങ്ങളോട്. എനിക്ക് തോന്നുന്നു ഒരു 1,00,000 രൂപ അടുത്തും കണ്ട സാലറി ഉണ്ടായിരുന്ന ഒരു ജോലിയിൽ ഓക്കെ അത്ര ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പം പൂർണ്ണസമയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് മാറി നിൽക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഒരു ചേതവുകാരം എന്തായിരുന്നു? അല്ല, നിങ്ങൾ നോക്കൂ, ഒന്ന് അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും. കാരണം ഞാൻ അപ്പോൾ രാജിവെക്കാനുള്ള പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു 1 വർഷം കൂടി കഴിഞ്ഞിട്ട് രാജിവെക്കണം, എന്നാലും ഞാൻ രാജിവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം പൂർണ്ണസമയ പ്രവർത്തകനാകണം എന്നത് എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു.
പക്ഷേ ആ സമയം എനിക്ക് രാജിവെക്കാൻ പറ്റിയ സമയമായിരുന്നു. പക്ഷേ കോയിൻസിഡൻസ്ലി എന്താ പറയുക, ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിച്ച് സ്റ്റേഷനിൽ ഓഫീസിലേക്ക് വരുന്നതും അതിനോട് തുടർന്ന് അത് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമ്മർദ്ദത്തിലേക്ക് അവരെന്നെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ടെർമിനേറ്റ് ചെയ്തിട്ട് അവർ ചെയ്തു മറ്റ് കമ്പനികൾക്ക് കൂടി ആ ടെർമിനേഷൻ മെയിൽ അയച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികം മറ്റൊരു കമ്പനിയിലേക്ക് അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനതിൽ വിഷമിക്കുന്ന ആളല്ല. ഞാൻ താങ്കളോട് എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കതിൽ പ്രയാസം ഒട്ടും തന്നെ ഇല്ല. കാരണം അതിൻ്റെ ഒരു പ്രേരണ എന്ന് പറയുന്നത്, ജീവിതം മുഴുവൻ സമർപ്പിച്ച ആളുകൾ ഇതിനകത്തുണ്ട്. ജീവിത കാലഘട്ടത്തിൽ ഒന്നും ആകാത്ത, ഇപ്പോൾ ഇവിടെ തന്നെ കോവളം കൊട്ടാരത്തിൽ സമരം ചെയ്ത് പരിക്ക് പറ്റി കോവളത്ത് നമ്മുടെ ഒരു ജ്യേഷ്ഠൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം അവർ സമർപ്പിച്ചവരാണ്. ഇപ്പോൾ നമ്മുടെ ബലിദാനികൾ, 300ഓളം ബലിദാനികളുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ. അതുപോലെ തന്നെ നിരവധി അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ ജോലിയിലെ ഒരു സാലറി ആയാലും ജോലിയുടെ ഒരു സംഭവമായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, വിവാഹിതനായിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമുക്കൊരു പ്രതിസന്ധി എന്നുള്ള നിലയിൽ നമ്മളത് കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ശക്തി ഈ സംഘടന എല്ലാ കാലത്തും നമുക്ക് ആർജിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയങ്ങളിലെല്ലാം അതിനെ തരണം ചെയ്യാൻ ഞാൻ ആ കേസിൽ പെടുന്ന സമയത്തായാലും ശരി, ഞാൻ എൻ്റെ അവസ്ഥ കുറച്ച് മോശമാവുന്ന ആ സമയത്തായാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലെ സ്വയം സേവകന്മാർ, എൻ്റെ നാട്ടിലെ ശാഖാബന്ധുക്കൾ, സംഘബന്ധുക്കൾ, അവർക്ക് എന്നെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സാമ്പത്തികത്തൊന്നും സഹായിച്ചു എന്നുള്ള നിലയിലല്ല, മാനസികമായി അവർ തന്നിട്ടുള്ള ഒരു പിൻബലം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് അവർ തന്നിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യം, ആ ഐക്യപ്പെടലാണ് ഈ സംഘടനയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു, ABPൻ്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ആ സമയത്ത് ABPയുടെ ചെറിയ ചുമതല, യൂണിറ്റിൻ്റെയൊക്കെ ചുമതലകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആ സമയത്തെല്ലാം ബാലഗോകുലവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരിട്ട് യുവമോർച്ച ചുമതലയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു പെർഫെക്റ്റ് ABP ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ABP കാലം എനിക്കില്ല. പക്ഷേ ഞാൻ ABPയുടെ ആശയമാണ് ഒരു 8ാം ക്ലാസ് മുതൽ സംഘടനാ രംഗത്ത് സ്കൂളുകളിൽ, ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ്. മോഡൽ സ്കൂളിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ SFIക്ക് സ്വാധീനമുള്ള, SFIയുടെ അതിപ്രസരം കൂടുതലുള്ള ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അവിടെ ABPയുടെ സംഘടനാ പ്രവർത്തനം നടത്തുക വളരെ പ്രശ്നമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഞങ്ങൾ ഒരു തരത്തിൽ പഠിച്ചു വന്ന, ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള 10-12 പേർ ഒരുമിച്ച് അവിടെ പഠിച്ചിരുന്നു. ഞങ്ങളെല്ലാം സ്വയംസേവകരാണ്, ഞങ്ങളെല്ലാം ABPക്കാരാണ്. ഞങ്ങളൊക്കെ നിഷ്പക്ഷമായി ചില ആളുകളെ ABPയുടെ പേരിൽ പറയാതെ നിഷ്പക്ഷമായൊക്കെ നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ പേരിൽ തല്ലൊക്കെ കൊണ്ടിട്ടുണ്ട്. തല്ലുള്ളത് എപ്പോഴാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആ തല്ല് കിട്ടുന്നത്. SFIയുടെ കാരണമാണ് അത്. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഇലക്ഷൻ നടക്കുമ്പോഴത്തേനും നമ്മളൊരു സുഹൃത്തിന്, ഞങ്ങളുടെ ഒരു സുഹൃത്തിന്, അയാളും ഞങ്ങളുടെ ആശയം, പക്ഷേ ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതല്ലാതെ അയാൾ ഞങ്ങളുടെ ശാഖയൊന്നുമല്ല. പക്ഷേ അയാളെ നമ്മൾ ജയിപ്പിച്ചു വിടുന്ന സമയത്ത് അയാൾ പോയതിന് ശേഷം ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല. സാധാരണ അവിടെ അങ്ങനെയല്ല. സാധാരണ അവിടെ നിന്ന് പോകുന്ന ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ABPയുടെ SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അദ്ദേഹം ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പ്രേരണ ഞങ്ങൾ കുറച്ച് പേരാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ കുറച്ച് പേരൊക്കെ അന്ന് തല്ലിയിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി ഞാൻ പ്രൈവറ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ജോലി ഒരു സൈഡിൽ കൂടെ ജോലി, എൻ്റെ വീടിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അച്ഛനൊരു ടയർ കടയിൽ ടയർ കട ഉണ്ടായിരുന്ന ഒരാളാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയിലെല്ലാം പ്രശ്നം വന്ന സമയത്ത് ഡിഗ്രിക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്തു. പാർട്ട് ടൈം അല്ല, ഞാൻ ഫുൾ ടൈം ജോലിയും പിന്നീട് പ്രൈവറ്റായിട്ട് പഠിക്കുക എന്നുള്ള നിലയിലാണ് ഞാൻ കാര്യങ്ങളെ കണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതും എന്നെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു സമയം കൂടി എനിക്കതിൽ കിട്ടി എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള, എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു അവസരമായിട്ട് എനിക്കത് ലഭിച്ചു എന്നുള്ളത് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഏറ്റവും അധികം ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സമരമുണ്ട്, കേരയിൽ സമരം. ആക്ച്വലി അന്നെന്താ സംഭവിച്ചത്? അത് നമ്മൾ കേരയിൽ സമരം, നിങ്ങൾക്കറിയാം, കേരളയിലുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് നിന്ന് കല്ലിട്ട് തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ TV-കളിലൊക്കെ കാണുന്നത് ഈ അമ്മമാർ കരയുന്നതും, ഈ വീട് ചവിട്ടി തുറന്ന് പോലീസുകാർ കയറിയിട്ട് കല്ലിട്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ കരയുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭീകരത തിരുവനന്തപുരത്തേക്ക് വരാൻ വളരെ സമയമെടുത്തു. ഞങ്ങളൊക്കെ തിരുവനന്തപുരം സെൻറ്റർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് TV-യിൽ കാണുന്നതിനപ്പുറം അത് നേരിട്ട് കാണാനുള്ള സാഹചര്യം കിട്ടിയത് വളരെ അവസാനമാണ്. പക്ഷേ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്ലമ്പലത്തിന് ഇപ്പുറത്തേക്ക് കല്ലിട്ട് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ജില്ലാധ്യക്ഷനായിരുന്ന പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിരുന്ന വി രാജേഷേട്ടനോടൊപ്പവും അതുപോലെ സുരേന്ദ്രേട്ടൻ അന്ന് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സുരേന്ദ്രേട്ടനൊക്കെ പോയിട്ടാണ് ആ കല്ലുകൾ പല സ്ഥലത്തു നിന്ന് പിഴുതത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗമിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവം പല വീടുകളിലെയും ആളുകൾ ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന രീതിയോ രാഷ്ട്രീയ ആശയത്തോട് അവർക്ക് എതിർപ്പുണ്ട്. രാഷ്ട്രീയ ആശയം BJPയുടെ രാഷ്ട്രീയ ആശയം ഉള്ളവരല്ല. പക്ഷെ അവരന്ന് പറഞ്ഞത് ഇത് ഊരാൻ അല്ലെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടു പോകാൻ ധൈര്യം കാട്ടിയത് BJPക്കാർ മാത്രമാണ് എന്നവർ പല മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു. ഇപ്പോൾ തട്ടവിട്ട ഉമ്മമാരൊക്കെ പറയുന്നത് കേട്ടു. അതായത് ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അവർ നാളെ വോട്ട് ചെയ്യുന്ന BJPക്ക് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളവിടെ വന്നു എന്നുള്ളത് അവരുടെ ഒരു വലിയ വൈകാരികമായിട്ടുള്ള ചില രംഗങ്ങൾ നമുക്ക് കാണാനുള്ള സാഹചര്യമുണ്ട്. കരഞ്ഞുകൊണ്ട് അവരുടെ ഒറ്റമുറി വീടുകളിലേക്ക് ഈ പറയുന്ന കേരളിൻ്റെ കല്ലിടുന്നു. അത് നമ്മൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വരുന്ന സമയത്ത് പല സ്ഥലത്തും അലൈൻമെൻറ്റ് ചില മുതലാളിമാർക്ക് വേണ്ടി മാറ്റി കൊടുത്തിട്ട് അത് ഈ പാവങ്ങളുടെ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറ്റിക്കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചിറയൻകീഴ് മണ്ഡലത്തിലെ ചിറയൻകീഴ് മണ്ഡലത്തിൽ വരുന്ന സമയത്ത് മുരുക്കുമ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും യുവമോർച്ചയുടെ അന്നത്തെ ടീം മുഴുവൻ അവിടെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം പോകുന്ന സമയത്താണ് ഈ പറയുന്ന അവരുടെ ഒരു വൈകാരികമായ രംഗങ്ങൾ ഞങ്ങൾ കാണുന്നു. അപ്പോൾ അതിനുശേഷം പാർട്ടി അന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അന്നൊരു വലിയ മാർച്ച് നടത്തിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ഇനി ഒരു കേരയിൽ കല്ല് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഇടുമെങ്കിൽ അത് ഞങ്ങൾ ക്ലിഫ് ഹൗസിൽ എത്തിച്ചേരും. അപ്പോൾ അന്ന് കേട്ട പോലീസുകാരും അന്ന് ഞാനും കേട്ടുകൊണ്ട് നിൽക്കുന്നയാളാണ്. പക്ഷെ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് അത്ര വൈകാരികമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ ആരും ചിന്തില്ല, അല്ലെങ്കിൽ ആ ദൗത്യവനിലേക്ക് വരും എന്നുള്ള ചിന്തയോ അങ്ങനെ ഒരു പ്രതീക്ഷ പോലും വിദൂര പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു സമയത്താണ് അത്തരത്തിലുള്ള പ്രഖ്യാപനം നടക്കുന്നത്. അന്ന് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ ക്ലിഫ് ഹൗസിൽ നിങ്ങൾ ആ കല്ലിടുവോ, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ വളരെ വളരെ സൗഹൃദപരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു താങ്ങിക്കൊണ്ട് സൗഹൃദത്തോട് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകൾ നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പാർട്ടി തീരുമാനിച്ചാൽ ഇടും, സംശയം എന്താ എന്നൊക്കെ പറഞ്ഞ് പോയൊരു സമയമാണ്. ആ സമയത്താണ് ഒരു ദിവസം രാവിലെ ഒരു 11 മണിയോടുകൂടി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ വി രാജേഷേട്ടൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എന്നെ വിളിപ്പിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, പറയണം, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. ഞാനവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ സജിത്തുണ്ട്, ഞാനുണ്ട്, വേറൊരു മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു ആളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകണം, ഇദ്ദേഹം ഒരു സ്ഥലം കാട്ടിത്തരും, നാളത്തെ സമരം നമ്മൾ. അപ്പം പിറ്റേന്ന് നമ്മൾ ഒരു വലിയ സമരം പ്ലാൻ ചെയ്തു. അതായത് മുരുക്കുമ്പുഴയിൽ നിന്ന് ഉൾപ്പെടെ ആ കേരളയിലെ കല്ല് പിഴുതുകൊണ്ട് അതുമായി ക്ലിഫ് ഹൗസിലേക്ക് നമ്മളൊരു ജാഥ നടത്തുകയാണ്. അപ്പോൾ പോലീസിൻ്റെ മുഴുവൻ അലർട്ടും ഈ ജാഥ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തുന്നത് വരെയുള്ള അലർട്ടിലാണ് പോലീസ് നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്കന്ന് അതിൽ എന്തൊക്കെയോ ചാർജുകളൊക്കെ നിശ്ചയിച്ചു അവിടെ നിന്ന് വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ, അപ്പോൾ വാഹനത്തിൻ്റെയൊക്കെ. പക്ഷേ അതിൽ നിന്ന് പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, അപ്പോൾ അതിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ടീമിനെ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ജില്ലാ പ്രസിഡൻറ്റും ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നെന്ന് ആലോചിച്ചു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടി ആലോചിച്ചു. ഒരു 5 പേരെ തയ്യാറാക്കി, ഞാൻ കൂടാതെ ഒരു 5 പേരെ തയ്യാറാക്കി. വളരെ ചെറിയ ഒരു യങ് ടീമായിരുന്നു അത്. അപ്പോൾ അവരോട് ഒരു കാര്യവും പറഞ്ഞില്ല. അവരോട് രാവിലെ ഇവിടെ വരണം എന്ന് മാത്രം പറഞ്ഞു, ഓഫീസിലേക്ക് വരണം എന്ന് മാത്രം പറഞ്ഞു. ഞാൻ തലേദിവസം പോയി പോവേണ്ട പ്രദേശം എങ്ങനെയാണ് അതിനകത്ത് കയറേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊരു ചെറിയൊരു പഠനം നടത്തി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ അവരോട് പറയുന്നത് നമ്മളൊരു സമരം ചെയ്യാൻ പോവുകയാണ്. ഇന്നതാണ് സമരം എന്ന് പറഞ്ഞില്ല, ഒരു സമരം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവസാനം വരെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആ സമരത്തിൽ പരിക്കൊന്നും. കാരണം സ്വാഭാവികമായി ക്ലിഫ് ഹൗസിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണ്, ഇത്രയേറെ പോലീസുകാരും പട്ടാളക്കാരും അല്ലെങ്കിൽ ആൾക്കാർ നല്ല അടി കിട്ടും. അതുപോലെ തന്നെ അതിനകത്ത് എന്ത് വേണം സംഭവിക്കാം, അടിക്കുന്നത് പോലീസുകാരാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കയറുമ്പോൾ ഉണ്ടാവാവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അന്ന് ബോധവാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് നമ്മൾ ഒരുമിച്ച് നിൽക്കും, നമ്മൾ ഒരുമിച്ച് നിന്നാണ് ഇത് ചെയ്യാൻ പോകുന്നത്, ഒരാൾ പോലും മാറി നിൽക്കില്ല. അപ്പോൾ അത് തീരുമാനിക്കുന്നു, നമ്മൾ അകത്ത് കയറുന്നു. നമ്മൾ ഈ യാത്ര ഫ്രണ്ടിലെത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. യാത്ര ഫ്രണ്ടിലെത്തുമ്പോൾ ഫോൺ കോൾ വരുന്നു കയറാൻ. നമ്മൾ ഫോൺ കോൾ എടുത്തതിന് ശേഷം നമ്മൾ കയറുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് വലിയ പൊക്കമുള്ളൊരു മതിലാണ് നമ്മൾ ചാടുന്നത്. ഒന്നരയൊന്നുമല്ല, അതിൽക്കാൾ പൊക്കമുള്ളൊരു മതിലാണ് നമ്മൾ ആദ്യം ചാടുന്നത്. അത് ചാടി ഇങ്ങനെ തറയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കും കൈയും കാലും ഒക്കെ കയ്യിലുണ്ടോ എന്നുള്ളത്. കാലൊക്കെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മതിലൂടി ചാടിയിട്ടാണ് നമ്മളിത്. ആ മതിൽ ചാടിയതിന് ശേഷമുള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ വിഷ്വൽസ് നമ്മൾ എടുത്തുകൊണ്ട് ആ മതിലിൽ ചാടി അവിടെ ചെന്ന് ആ കല്ലിടുന്നത് വരെ സത്യത്തിൽ പോലീസുകാരൊക്കെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ എല്ലാവരും അപ്പുറത്ത് മാർച്ചിലേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. മാർച്ചിൽ നമ്മൾ അവിടെ നിന്ന് കല്ലിങ്ങനെ ഇടുന്നുണ്ട്. മാർച്ചിൽ ആ ബാരിക്കേഡിൻ്റെ മേളിൽ കൂടെ കല്ല് ഇടുന്നുണ്ട് നമ്മുടെ പ്രവർത്തകർ.
അപ്പോൾ നമ്മളിത് കുഴിച്ച് വച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി, ആ കുഴിച്ച് വയ്ക്കുന്നത് വരെ ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. കുഴിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് പോലീസ് അകത്തേക്ക് വരുന്നത്. പോലീസ് അകത്തേക്ക് വരുന്നു. അതിനുശേഷം പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പിടികൊടുക്കാൻ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ വേറെ ഭീകരവാദികളൊന്നുമല്ല. ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം വിളിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഞങ്ങൾ പോകുന്നു. പക്ഷേ അതിനുശേഷം ആ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ DCP വന്നിട്ട് വളരെ വളരെ അഗ്രസീവായിട്ട് ഞങ്ങളോട് ഷൗട്ട് ചെയ്യാണ്, നീ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഷട്ടിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ ചില മീഡിയസിൽ വന്നിട്ടുണ്ട്, ചിലതിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നു. ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ എയർ ക്യാമ്പിൻ്റെ ആ സ്ഥലത്ത് ഒരു രാത്രി 9:30-10 മണി വരെ ഇങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഒരു 11 മണിക്കൊക്കെ പിടിക്കുന്നതാണ്. സത്യത്തിൽ വൈകുന്നേരത്തൊക്കെ കോടതിയിൽ ഹാജരാക്കാം. രാത്രി 11 മണി വരെ ഞങ്ങൾ അവിടെ ഇരുത്തി. അതിനുശേഷം കോടതിയിൽ നിന്ന് ജയിലിലേക്ക് വിട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച ഏറ്റവും വലിയ ഒരു പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ. പിന്നീട് അത് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും KRailന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സമര വിജയം എന്നുള്ളതാണ് നമ്മൾ. തീർച്ചയായും നന്ദു എസ് നായരുമായിട്ടുള്ള നമ്മുടെ പോഡ്കാസ്റ്റ് തുടരും. കൂടുതൽ തിരുവനന്തപുരത്തെ സമരവിശേഷങ്ങളും മറ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.